പോൾ ബ്രണ്ടന്റെ എ സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ എന്ന പുസ്തകത്തിലെ 9ാമത്തെ അധ്യായമാണ് ഈ വീഡിയോ. ബ്രണ്ടൻ അരുണാചലത്തിലേക്ക് പോകുന്നതും രമണ മഹർഷിയെ കാണുന്നതുമായ ഭാഗങ്ങളാണ് ഈ അധ്യായത്തിൽ. ഈ അധ്യായം വലിയതായതിനാൽ 2 ഭാഗങ്ങളാക്കുന്നു. ഇതുവരെയുള്ള ഭാഗങ്ങൾ കണ്ടുകാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുമല്ലോ. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. മദ്രാസിലെ സൗത്ത് ഇന്ത്യൻ റെയിൽവേയുടെ വലിയ സ്റ്റേഷനിൽ നിന്നും ഞാനും സുബ്രഹ്മണ്യനും ചേർന്ന് സീലോണിലേക്ക് പോകുന്ന ബോട്ട് മെയിൽ ട്രെയിനിൽ കയറി. ട്രെയിൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജനലിലൂടെ കാണുന്ന കാഴ്ചകൾ ഒട്ടേറെ മാറ്റങ്ങളാൽ നിറഞ്ഞവയാണ്. പച്ച നിറഞ്ഞ നെൽവയലുകൾ, ചുവപ്പ് നിറം കലർന്ന കുന്നുകൾ, ഉയരം കൂടിയ തെങ്ങിൻ തോട്ടങ്ങൾ, ഇവയെല്ലാം ഒന്നിനു പിന്നാലെ ഒന്നായി മാറി മാറി കണ്ണുകൾക്ക് മുന്നിലൂടെ കടന്നുപോകുന്നു. ഇടയ്ക്ക് പാടത്ത് കഠിനമായി ജോലി ചെയ്യുന്ന ഗ്രാമീണരെയും കാണാം. വിൻഡോ സീറ്റിലിരുന്ന് ആ കാഴ്ചകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരത്തിൻ്റെ ഇരുട്ട് പതുക്കെ ഭൂമിയെ മൂടിത്തുടങ്ങുന്നു. പ്രകൃതി കാഴ്ചകൾ മറഞ്ഞപ്പോൾ എൻ്റെ ചിന്തകൾ മറ്റൊരു വഴിയിലേക്ക് തിരിയുന്നു. ബ്രഹ്മ എന്ന യോഗി എനിക്ക് നൽകിയ സ്വർണമോതിരം ധരിച്ചതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വിചിത്ര സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത യാത്രാപദ്ധതി പൂർണ്ണമായും മാറിപ്പോയിരുന്നു. കിഴക്കോട്ട് പോകാനായിരുന്നു ഉദ്ദേശം. എന്നാൽ സംഭവങ്ങളുടെ ഒരു ശൃംഖല എന്നെ തെക്കോട്ടാണ് കൊണ്ടുപോയത്. ആ മോതിരത്തിൽ പതിപ്പിച്ചിരിക്കുന്ന കല്ലിന് യഥാർത്ഥത്തിൽ ഏതെങ്കിലും രഹസ്യശക്തിയുണ്ടോ എന്ന ചോദ്യമാണ് മനസ്സിലുയരുന്നത്. ഒരു പാശ്ചാത്യൻ എന്ന നിലയിൽ ശാസ്ത്രീയ ചിന്തയിൽ വളർന്ന മനസ്സിന് ഇത്തരം കാര്യങ്ങൾ എളുപ്പത്തിൽ വിശ്വസിക്കാൻ സാധിക്കില്ല. എങ്കിലും ആ സംശയം മനസ്സിൻ്റെ അടിത്തട്ടിൽ ഒളിഞ്ഞു നിൽക്കുന്നു. എന്റെ കാലടികൾ ഇങ്ങനെ വിചിത്രമായ ഒരു മലമുകളിലേക്ക് ആശ്രമത്തിലേക്ക് എന്നെ നയിച്ചത് എന്തുകൊണ്ടാണ്? മഞ്ഞ വസ്ത്രം ധരിച്ച 2 സന്യാസികൾ എൻ്റെ ജീവിതയാത്രയിൽ ഇടപെട്ട് എന്നെ ഒരു മഹർഷിയുടെ ദിശയിലേക്ക് തിരിച്ചു നയിച്ചത് എന്തുകൊണ്ട്? ഇത് ഞാൻ വിധി എന്ന് വിളിക്കുകയാണ്. കാരണം അതിനേക്കാൾ നല്ലൊരു വാക്കെനിക്ക് കണ്ടെത്താനാവുന്നില്ല. ജീവിതത്തിൽ ചെറിയതായി തോന്നുന്ന സംഭവങ്ങൾ പോലും പിന്നീട് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതായി ഞാൻ മുമ്പേ അനുഭവിച്ചിട്ടുണ്ട്. പോണ്ടിച്ചേരിയിൽ നിന്ന് ഏകദേശം 40 മൈൽ അകലെയുള്ള സ്ഥലത്ത് ഞങ്ങൾ പ്രധാന റെയിൽപാത വിട്ടിറങ്ങി. ഫ്രാൻസിന്റെ ഇന്ത്യയിലെ പഴയ കോളനിയായിരുന്ന ആ ചെറിയ പട്ടണത്തിന്റെ ഓർമ്മകൾ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഉൾനാടൻ ഭാഗത്തേക്ക് പോകുന്ന ചെറിയ ശാഖ റെയിൽപാതയിലേക്കാണ് ഞങ്ങൾ മാറിയത്. ആളുകൾ വളരെ കുറച്ചുപയോഗിക്കുന്ന ഒരു ചെറിയ സ്റ്റേഷനിൽ 2 മണിക്കൂർ വരെ ഞങ്ങൾ കാത്തിരുന്നു. ഇരുട്ടും നിശബ്ദതയും നിറഞ്ഞ കാത്തിരിപ്പ് മുറിയായിരുന്നു അത്. പുറത്ത് പ്ലാറ്റ്ഫോമിലൂടെ ആ സന്യാസി പതുക്കെ നടക്കുകയായിരുന്നു. നക്ഷത്രപ്രകാശത്തിൽ അദ്ദേഹത്തിൻ്റെ ഉയർന്ന ശരീരം ചിലപ്പോൾ ഒരു നിഴൽ പോലെയും ചിലപ്പോൾ യാഥാർത്ഥ്യമായും തോന്നി. ഒടുവിൽ വളരെ അപൂർവമായി മാത്രമേ ആ വഴിയിലൂടെ പോകാറുള്ള ഒരു ട്രെയിൻ എത്തി. അതിൽ കുറച്ച് യാത്രക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ട്രെയിനിൽ ഞാൻ അലസമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഇടയ്ക്ക് സ്വപ്നങ്ങൾ ഭംഗം ചെയ്യുന്ന ഉറക്കമായിരുന്നു അത്. ചില മണിക്കൂറുകൾക്ക് ശേഷം എൻ്റെ കൂട്ടുകാരൻ എന്നെ ഉണർത്തി. ഞങ്ങളൊരു ചെറിയ സ്റ്റേഷനിലിറങ്ങി. ട്രെയിൻ കൂവിക്കൊണ്ട് ഇരുട്ടിലേക്ക് മറഞ്ഞുപോയി. രാത്രി മുഴുവൻ തീർന്നിരുന്നില്ല. അതിനാൽ ഒരു ചെറിയ കാത്തിരിപ്പ് മുറിയിൽ ഞങ്ങളിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ചെറിയ കെറോസിൻ വിളക്ക് ഞങ്ങളാണ് കത്തിച്ചത്. അങ്ങനെ ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു, പകലും രാത്രിയും തമ്മിലുള്ള പോരാട്ടം അവസാനിക്കാൻ. പുലർച്ചയുടെ വെളിച്ചം പതുക്കെ ഉയരാൻ തുടങ്ങി. മുറിയുടെ പിന്നിലെ ചെറിയ ജാലകത്തിലൂടെ മങ്ങിയ വെളിച്ചം അകത്തു കടന്നു. ഞാൻ പുറത്തേക്ക് നോക്കി. മഞ്ഞുമൂടിയ ആകാശത്തിനിടയിൽ കുറച്ചു ദൂരെ ഒരു ഏകാഗിയായ മലയുടെ രൂപം തെളിഞ്ഞു. മലയുടെ മുകൾ ഭാഗം ഇപ്പോഴും മഞ്ഞിൽ മറഞ്ഞുകിടക്കുകയായിരുന്നു. എന്റെ കൂടെ വഴികാട്ടിയായി വന്ന ആ യോഗി പുറത്തേക്ക് പോയി. അവിടെ ഒരു ചെറിയ കാളവണ്ടിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ കണ്ടു. കാളവണ്ടിക്കാരൻ കൂർക്കം വലിച്ചുറങ്ങുകയായിരുന്നു. കുറച്ചു വിളിച്ചപ്പോഴാണ് അവൻ ഉണർന്നത്. ഞങ്ങളുടെ ലക്ഷ്യം കേട്ടപ്പോൾ അവൻ ഞങ്ങളെ കൊണ്ടുപോകാൻ തയ്യാറായി. കാളവണ്ടി വളരെ ചെറുതായിരുന്നു. എങ്കിലും മറ്റൊരു മാർഗമില്ലാത്തതിനാൽ ഞങ്ങൾ അതിൽ കയറി. സാധനങ്ങളെല്ലാം പിന്നിൽ വെച്ചു. ഞങ്ങൾ 2 പേരും ശരീരം ഒതുക്കിയിരുന്നു. എൻ്റെ കാലുകൾ പുറത്തേക്ക് തൂങ്ങിയിരുന്നു. കാളവണ്ടി വളരെ മെല്ലെ നീങ്ങി. എങ്കിലും ചെറിയതും ശക്തവുമായ വെളുത്ത കാളകൾ അവരുടെ പരമാവധി ശ്രമം നടത്തി മുന്നോട്ട് നീങ്ങി. ഇന്ത്യയുടെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ കാളകൾ ഏറെ പ്രയോജനകരമായ മൃഗങ്ങളാണ്.
അവയ്ക്ക് കഠിനമായ ചൂട് സഹിക്കാൻ കഴിയും. ഭക്ഷണത്തിലും അവ വളരെ ലളിതമാണ്. ഗ്രാമങ്ങളിലെ ജീവിതരീതി നൂറ്റാണ്ടുകളായി വലിയ മാറ്റമൊന്നുമില്ലാതെ തുടരുകയാണ്. ക്രിസ്തുവിന് മുമ്പ് പോലും യാത്രക്കാർക്കുപയോഗിച്ചിരുന്ന ഈ കാളവണ്ടികൾ ഇന്നും അതേ രീതിയിൽ ആളുകളെ കൊണ്ടുപോകുന്നു. വണ്ടിക്കാരൻ തന്റെ കാളകളെ വളരെ അഭിമാനത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ നീളം കൂടിയ വളഞ്ഞ കൊമ്പുകളിൽ സ്വർണ്ണ നിറത്തിലുള്ള അലങ്കാരങ്ങളുണ്ടായിരുന്നു. കാലുകളിൽ ചെറുമണികളും കെട്ടിയിരുന്നു. കാളകളുടെ മൂക്കിലൂടെ കടത്തിയ കയറുപയോഗിച്ചാണ് അവൻ അവയെ നിയന്ത്രിച്ചത്. അവരുടെ കാൽപ്പാടുകൾ പൊടിയേറിയ വഴിയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിവേഗം ഉയരുന്ന ഉഷ്ണമേഖലാ പുലർച്ചയെ ഞാൻ നോക്കി. വഴിയുടെ ഇരുവശത്തും മനോഹരമായ പ്രകൃതി കാഴ്ചകൾ തെളിഞ്ഞു. ഇതൊരു സമതലഭൂമി മാത്രമല്ല, ദൂരക്കാഴ്ചയിൽ ചെറിയ കുന്നുകളും ഉയരങ്ങളും നിരന്തരം കാണാം. ചുവന്ന മണ്ണുള്ള ഈ പ്രദേശത്ത് ഇടയ്ക്കിടെ മുള്ളുള്ള ചെറുചെടികളും അതിനിടയിൽ പച്ച നിറമുള്ള നെൽവയലുകളും പടർന്നു കിടക്കുന്നു. ഈ യാത്ര എവിടേക്കാണെന്നെ നയിക്കുന്നത് എന്ന ചോദ്യവുമായി ഞാൻ ആ പ്രകൃതിയെ നോക്കി നിന്നു. വണ്ടി പതുക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിലൂടെ ഒരു കർഷകൻ ഞങ്ങളെ കടന്നുപോകുന്നു. കഠിനാധ്വാനത്തിന്റെ അടയാളങ്ങൾ അവന്റെ മുഖത്ത് വ്യക്തമാണ്. അവൻ വയലിലേക്കുള്ള തന്റെ ദൈനംദിന ജോലിക്ക് പോകുന്ന വഴിയിലായിരിക്കണം. അല്പസമയം കഴിഞ്ഞപ്പോൾ തലയിൽ പിത്തളകിണ്ണം വെച്ചുകൊണ്ടൊരു പെൺകുട്ടി മുന്നിലൂടെ നടന്നു. അവൾ ധരിച്ചിരുന്നത് ചുവന്ന തമിഴ് വസ്ത്രമാണെന്ന് തോന്നുന്നു. മൂക്കിൽ ചുവന്ന മണിക്കം പതിച്ച ഒരു നാസികാഭരണം, കൈകളിൽ സ്വർണവളകൾ പ്രഭാതസൂര്യന്റെ വെളിച്ചത്തിൽ മിന്നുന്നു. അവളുടെ കറുത്ത നിറം നോക്കുമ്പോൾ അവൾ ഒരു ദ്രാവിഡ യുവതിയാണെന്ന് വ്യക്തമാണ്. ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും ദ്രാവിഡരാണെന്ന് തോന്നുന്നു. ബ്രാഹ്മണന്മാരും മുസ്ലിങ്ങളും മാത്രം ചിലപ്പോഴാണ് വ്യത്യസ്തമായി കാണപ്പെടുന്നത്. ദ്രാവിഡ പെൺകുട്ടികൾ പൊതുവെ സന്തോഷഭാവമുള്ളവരാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ മറ്റു പ്രദേശങ്ങളിലെ സ്ത്രീകളെക്കാൾ കൂടുതൽ സംസാരിക്കുകയും അവരുടെ ശബ്ദം സംഗീതമാധുര്യമുള്ളതുമാണ്. ഞങ്ങളെ കണ്ടപ്പോൾ ആ പെൺകുട്ടി അതിശയത്തോടെ നോക്കി. ഈ ഉൾനാടൻ പ്രദേശങ്ങളിൽ യൂറോപ്യന്മാർ അപൂർവമായി മാത്രമേ എത്താറുള്ളൂ എന്നത് അതിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ യാത്ര തുടർന്നപ്പോൾ ഒടുവിൽ ഒരു ചെറിയ പട്ടണത്തിലെത്തി. അവിടെയുള്ള വീടുകളെല്ലാം നന്നായി ക്രമപ്പെടുത്തിയതും സമൃദ്ധി പ്രകടിപ്പിക്കുന്നതുമായിരുന്നു. രണ്ടു വശങ്ങളിലായി വീടുകൾ നിറഞ്ഞ തെരുവുകൾ. ഒരതിവിശാലമായ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് നിലകൊണ്ടിരുന്നത്. ആ ക്ഷേത്രത്തിന്റെ വലിപ്പം അതിശയിപ്പിക്കുന്നതായിരുന്നു. ഏകദേശം 1/4 മൈൽ നീളമുള്ളതായി തോന്നി. ഞങ്ങൾ അതിന്റെ വലിയ പ്രവേശന കവാടത്തിന് സമീപമെത്തിയപ്പോൾ അതിന്റെ ഭംഗി വ്യക്തമായി കാണാൻ സാധിച്ചു. ഒരു നിമിഷം വണ്ടി നിർത്തി ഞാൻ അകത്തേക്ക് നോക്കി. അതിന്റെ വിചിത്രതയും മഹത്വവും ഒരുപോലെ എന്നെ ആകർഷിച്ചു. അകത്ത് വലിയൊരു ചതുരാകൃതിയിലുള്ള പ്രാകാരം കാണാം. അതിനകത്ത് അനവധി വഴികളും മുറികളും ചേർന്ന ഒരു വലിയ ലാബിരിന്ത് പോലെ തോന്നുന്നു. ക്ഷേത്രത്തെ ചുറ്റിയ 4 ഉയർന്ന മതിലുകൾ നൂറ്റാണ്ടുകളായി കഠിനമായ ഉഷ്ണമേഖലാ സൂര്യപ്രകാശം ഏറ്റുവാങ്ങി നിറം മാറിയതുപോലെ തോന്നി. ഓരോ മതിലിലും ഒരു വലിയ കവാടമുണ്ട്. അവയുടെ മുകളിൽ ഉയരുന്നത് വിചിത്രമായ ഗോപുരങ്ങളാണ്. അവ അലങ്കാരങ്ങൾ നിറഞ്ഞ ശില്പങ്ങളാൽ അലങ്കരിച്ച വലിയ പിരമിഡുകളെപ്പോലെ തോന്നുന്നു. താഴത്തെ ഭാഗം കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലെ ഭാഗം ഇഷ്ടിക കൊണ്ട് പണിതതും ചുണ്ണാമ്പുകൊണ്ട് പൂശിയതുമാണെന്ന് തോന്നുന്നു. ഗോപുരങ്ങൾ പല നിലകളായി വിഭജിച്ചിരിക്കുന്നു. ഓരോ ഭാഗവും വിവിധ ശില്പങ്ങളും രൂപങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഈ 4 പ്രധാന ഗോപുരങ്ങൾക്കൊപ്പം ക്ഷേത്രത്തിനകത്ത് 5ഓളം ഗോപുരങ്ങൾ കൂടി ഉയരുന്നത് ഞാൻ കണ്ടു. അവയുടെ രൂപരേഖകൾ കാണുമ്പോൾ എനിക്ക് ഈജിപ്തിലെ പിരമിഡുകളെ ഓർമ്മിപ്പിച്ചു. അകത്തേക്ക് നോക്കിയപ്പോൾ നീളമുള്ള നടപ്പുരകളും അനവധി കല്ലുതൂണുകളും ഇരുണ്ട ക്ഷേത്രമുറികളും ചെറിയ സന്നിധികളും കാണാൻ കഴിഞ്ഞു. ഈ വിചിത്രമായ സ്ഥലത്തെ പിന്നീട് വിശദമായി പരിശോധിക്കണമെന്ന് ഞാൻ മനസ്സിൽ കുറിച്ചു. കാളവണ്ടി വീണ്ടും മുന്നോട്ടു നീങ്ങി. വീണ്ടും തുറന്ന പ്രദേശങ്ങളിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. വഴിയൊക്കെയും ചുവന്ന പൊടിയിൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇരുവശങ്ങളിലും ചെറുചെടികളും ഇടയ്ക്കിടെ ഉയർന്ന മരങ്ങളും കാണാം. മരങ്ങളുടെ കൊമ്പുകളിൽ നിരവധി പക്ഷികൾ ഒളിച്ചിരിക്കുന്നു. അവരുടെ ചിറകുകളുടെ ശബ്ദവും പ്രഭാതഗാനത്തിന്റെ അവസാന സ്വരങ്ങളും കേൾക്കാൻ കഴിയുന്നു. വഴിയരികിൽ ചെറിയ ക്ഷേത്രങ്ങൾ പലതും കാണാം. ഓരോന്നിൻ്റെയും ശൈലി വ്യത്യസ്തമാണ്. അവ വിവിധ കാലഘട്ടങ്ങളിൽ പണിതതാണെന്ന് തോന്നുന്നു. ചില ക്ഷേത്രങ്ങൾ അത്യന്തം അലങ്കാരപൂർണവും ശില്പങ്ങളാൽ നിറഞ്ഞതുമാണ്.
എന്നാൽ ചില വലുതായ ക്ഷേത്രങ്ങൾ ദക്ഷിണേന്ത്യയിൽ മാത്രം കാണുന്ന സമതല കല്ലുതൂണുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിലത് രൂപരേഖയിൽ അത്ര ലളിതമായതുകൊണ്ട് ഗ്രീക്ക് ശൈലിയെപ്പോലും ഓർമ്മിപ്പിക്കുന്നു. ഏകദേശം 5 അല്ലെങ്കിൽ 6 മൈൽ യാത്ര ചെയ്തപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ദൂരത്ത് കണ്ടിരുന്ന ആ മലയുടെ അടിവാരത്തിലേക്ക് ഞങ്ങളെത്തി. പ്രഭാതസൂര്യന്റെ വെളിച്ചത്തിൽ ആ മല ഒരു ചുവന്ന തവിട്ടുനിറമുള്ള ഭീമനെപ്പോലെ ഉയർന്നു നിൽക്കുകയായിരുന്നു. മഞ്ഞ് പൂർണ്ണമായി മാറിയിരുന്നു. അതിൻ്റെ മുകളിലെ വിശാലമായ ആകാശരേഖ വ്യക്തമായി കാണാം. അതൊരേകാഗിയായ മലനിരയാണ്. ചുവന്ന മണ്ണും തവിട്ടുനിറം കലർന്ന പാറകളും നിറഞ്ഞ ഭൂമി. പല ഭാഗങ്ങളിലും മരങ്ങളില്ലാത്ത ശൂന്യ പ്രദേശങ്ങളാണ്. ഇടയ്ക്കിടെ വലിയ പാറക്കൂട്ടങ്ങൾ ചിതറിക്കിടക്കുന്നു. എന്റെ നോക്ക് മലയുടെ ദിശയിലാണെന്ന് കണ്ടപ്പോൾ എന്റെ കൂട്ടുകാരൻ ആവേശത്തോടെ പറഞ്ഞു, "അരുണാചല, പുണ്യമായ ചുവന്ന മല." അവന്റെ മുഖത്ത് ഭക്തിയുടെയും ആവേശത്തിന്റെയും പ്രകടനം തെളിഞ്ഞു. ഞാൻ ചോദിച്ചു, "അരുണാചല എന്ന പേരിന് എന്തെങ്കിലും പ്രത്യേക അർത്ഥമുണ്ടോ?" അവൻ പറഞ്ഞു, "അരുണ എന്നത് ചുവപ്പ് എന്നും അചല എന്നത് മല എന്നും അർത്ഥം. അതിനാൽ അരുണാചല എന്നു പറഞ്ഞാൽ ചുവന്ന മല എന്നാണ്. എന്നാൽ ഇവിടെ ക്ഷേത്രത്തിലെ ദേവതയുടെ പേരും അതുതന്നെയാണ്. അതിനാൽ ഇത് പുണ്യമായ ചുവന്ന മല എന്നാണ് സാധാരണ അർത്ഥമാക്കുന്നത്." ഞാൻ വീണ്ടും ചോദിച്ചു, "അപ്പോൾ ഇവിടെ പറയുന്ന വിശുദ്ധ തീക്കൊടി എന്താണ്?" അവൻ വിശദീകരിച്ചു, "ഓരോ വർഷവും ഇവിടെ വലിയ ഉത്സവം നടക്കും. അന്ന് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടക്കുമ്പോൾ ഈ മലയുടെ മുകളിൽ ഒരു വലിയ തീ തെളിയിക്കും. നെയ്യും കർപ്പൂരവും ഉപയോഗിച്ചാണ് ആ തീ കത്തിക്കുന്നത്. അത് പല ദിവസങ്ങൾ വരെ കത്തിക്കൊണ്ടിരിക്കും. ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് പോലും അത് കാണാം. ആളുകൾ അതിനെ കണ്ടാലുടൻ തല കുനിച്ച് പ്രണാമം ചെയ്യും. കാരണം ഈ മല ദൈവത്തിന്റെ സാന്നിധ്യമുള്ള പുണ്യഭൂമിയാണെന്ന് വിശ്വസിക്കുന്നു." ഇപ്പോൾ മല ഞങ്ങളുടെ മുകളിൽ ഉയർന്നു നിൽക്കുകയാണ്. ചുവപ്പ്, തവിട്ട്, ചാരനിറമുള്ള വലിയ പാറകൾ നിറഞ്ഞ ആ മല ആകാശത്തേക്ക് ഉയരുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭാവം മനസ്സിലുണരുന്നു. എൻ്റെ കൂട്ടുകാരൻ പതുക്കെ പറഞ്ഞു, "ഈ മല പുണ്യസ്ഥലമെന്നതിലുപരി ലോകത്തിൻ്റെ ആത്മീയ കേന്ദ്രം തന്നെയാണെന്ന്." അത് കേട്ട് എനിക്കൊരു ചെറിയ പുഞ്ചിരി വന്നു. എങ്കിലും ആ കഥകൾക്കൊരു പ്രത്യേക ആകർഷണമുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മഹർഷിയുടെ ആശ്രമത്തിന് സമീപമെത്തിയതായി മനസ്സിലായി. പ്രധാന റോഡിൽ നിന്ന് മാറി ഒരു കാട്ടുവഴിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. വഴി തെങ്ങും മാവും നിറഞ്ഞ ഒരു തോട്ടത്തിലൂടെ കടന്നു. ഒടുവിൽ തുറന്ന ഒരു വാതിലിന് മുന്നിൽ വഴി അവസാനിച്ചു. വണ്ടിക്കാരൻ ഇറങ്ങി വാതിൽ തുറന്നു. ഞങ്ങളൊരു വലിയ മുറ്റത്തേക്ക് പ്രവേശിച്ചു. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി ശരീരം സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ചുറ്റും നോക്കി. ആശ്രമം വളരെ ശാന്തമായ സ്ഥലത്തായിരുന്നു. മുന്നിൽ വലിയ മരങ്ങളും ഒരു തോട്ടവും. വശങ്ങളിലും പിന്നിലും ചെടികളും കാട്ടുമുള്ളുകളും. പടിഞ്ഞാറ് ഭാഗത്ത് കാട്ടുപ്രദേശം വ്യാപിച്ചു കിടക്കുന്നു. മലയുടെ താഴ്ന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ധ്യാനത്തിനും ആത്മചിന്തയ്ക്കും വളരെ അനുയോജ്യമായ ഒരു ശാന്ത ഇടമായി തോന്നി. മുറ്റത്തിൻ്റെ ഇടതുവശത്ത് പുല്ലുകൊണ്ടുള്ള മേൽക്കൂരയുള്ള 2 ചെറിയ കെട്ടിടങ്ങളുണ്ടായിരുന്നു. അവയ്ക്ക് ചേർന്ന് ചുവന്ന ടൈൽ മേൽക്കൂരയുള്ള ഒരു നീളമുള്ള കെട്ടിടവും മുന്നിൽ ചെറിയ വരാന്തയും. മുറ്റത്തിൻ്റെ നടുവിൽ വലിയൊരു കിണർ. അരക്ക് മുതൽ നഗ്നനായൊരു ബാലൻ ഒരു കൈയന്ത്രം ഉപയോഗിച്ച് വെള്ളമെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ വരവിൻ്റെ ശബ്ദം കേട്ട് ചിലർ പുറത്തു വന്നു. അവരുടെ വസ്ത്രധാരണത്തിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ഒരാൾ പഴകിയ ഒരു കച്ച മാത്രം ധരിച്ചിരുന്നു. മറ്റൊരാൾ വെളുത്ത സിൽക്ക് വസ്ത്രത്തിൽ. അവർ ഞങ്ങളെ കൗതുകത്തോടെ നോക്കി. എൻ്റെ വഴികാട്ടി തമിഴിൽ അവരോടെന്തോ പറഞ്ഞു. ഉടൻ അവരുടെ മുഖം സന്തോഷത്തോടെ തെളിഞ്ഞു. അവർ പുഞ്ചിരിയോടെ എന്നെ സ്വാഗതം ചെയ്തു. അവരുടെ മുഖഭാവം എനിക്കിഷ്ടമായി. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, "ഇപ്പോൾ നാം മഹർഷിയുടെ ഹാളിലേക്ക് പോകാം." ഞാൻ വരാന്തയ്ക്ക് പുറത്തുനിന്ന് ചെരിക്കുകൾ അഴിച്ചു. ഞാൻ കൊണ്ടുവന്നിരുന്ന കുറച്ചു പഴങ്ങൾ കയ്യിലെടുത്തു. അങ്ങനെ ഞാൻ ആ തുറന്ന വാതിലിലൂടെ അകത്തേക്ക് കടന്നു. ഞങ്ങൾ അകത്ത് കടന്നപ്പോൾ 20 പേരോളം ആളുകൾ ഞങ്ങളെ ഒരുമിച്ചു നോക്കി. അവരുടെ മുഖങ്ങൾ ഇരുണ്ട നിറത്തിലുള്ളതായിരുന്നു. എല്ലാവരും ചുവന്ന ടൈൽ വിരിച്ച നിരത്തിൽ അർദ്ധവൃത്താകൃതിയിലിരിക്കുകയായിരുന്നു. വാതിലിന്റെ വലതുവശത്തുള്ള കോണിലേക്കാണ് എല്ലാവരും മുഖം തിരിച്ചിരുന്നത്. അവർ ആരെയോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നി. ഞാനും ആ ദിശയിലേക്ക് നോക്കി. അവിടെ നീളമുള്ള വെളുത്ത ഒരു ദിവാനിൽ ഒരാൾ ഇരിക്കുന്നതായി കണ്ടു. അത് മഹർഷിയാണെന്ന് മനസ്സിലാക്കാൻ അത്ര മതി. എന്റെ കൂടെ മദ്രാസിൽ നിന്നും വന്ന ആ യോഗി ദിവാനിന്റെ അടുത്തേക്ക് ചെന്നു.
നിലത്തു മുഴുവൻ കിടന്ന് പ്രണാമം ചെയ്തു. കൈകൾ ചേർത്ത് മുഖം നിലത്ത് ചായിച്ചു. ദിവാൻ ഒരു വലിയ ജനാലയ്ക്കരികിലായിരുന്നു. ആ ജനാലയിലൂടെ വരുന്ന വെളിച്ചം മഹർഷിയുടെ മേൽ പതിഞ്ഞിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ രൂപം വ്യക്തമായി കാണാൻ സാധിച്ചു. അദ്ദേഹം ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു. ഞങ്ങൾ രാവിലെ വന്ന ദിശയിലേക്കാണ് അദ്ദേഹത്തിന്റെ ദൃഷ്ടി. ഞാൻ പതുക്കെ മുന്നോട്ടു ചെന്ന് കൊണ്ടുവന്ന പഴങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചു. അദ്ദേഹത്തിന്റെ ശ്രദ്ധ നേടാമെന്നു കരുതി ഒരു നിമിഷം അവിടെ നിന്നു. പിന്നെ വീണ്ടും പിന്നോട്ടു മാറി. ദിവാനിനു മുന്നിൽ ഒരു ചെറിയ പിത്തളപാത്രമുണ്ടായിരുന്നു. അതിൽ കത്തുന്ന കനൽ നിറഞ്ഞിരുന്നു. അതിന്റെ മുകളിൽ ആരോ സുഗന്ധപ്പൊടി ഇട്ടുകൊടുത്തു. അതിൽ നിന്നും സുഗന്ധമുള്ള പുക പരന്നു. അടുത്തായി ചെറിയ കല്ലുകൾ പോലെയുള്ള സാധനം അതിലിട്ടുകൊടുത്തു. അവയിൽ നിന്ന് നീലച്ചാര നിറമുള്ള പുക മൃദുവായി ഉയർന്നു വായുവിൽ ലയിച്ചു. ഞാനൊരു ചെറുകമ്പളം നിലത്തു വിരിച്ചിരുന്നു. മുന്നിലുള്ള നിശ്ശബ്ദരൂപത്തെ ഞാൻ ശ്രദ്ധയോടെ നോക്കി. മഹർഷിയുടെ ശരീരത്തിൽ വളരെ കുറഞ്ഞ വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ശരീരനിറം ചെമ്പുനിറം കലർന്നതായിരുന്നു. എന്നാൽ ഇവിടെ കാണുന്ന സാധാരണ ആളുകളെക്കാൾ കുറച്ചു വെളുത്തതായിരുന്നു. അദ്ദേഹം 50 വയസ്സിന്റെ തുടക്കത്തിലായിരിക്കുമെന്ന് തോന്നി. തലയിൽ ചുരുണ്ട ചെറുചാര നിറമുള്ള മുടി, വിശാലവും ഉയർന്നതുമായ നെറ്റി അദ്ദേഹത്തിന്റെ മുഖത്തിന് ഒരു പ്രത്യേക ബുദ്ധിപരമായ ഭാവം നൽകി. മുഖഭാവം നോക്കുമ്പോൾ ചില അളവിൽ യൂറോപ്യൻ സ്വഭാവം പോലും തോന്നി. ദിവാൻ മുഴുവൻ വെളുത്ത തലയണകളാൽ മൂടിയിരുന്നു. അദ്ദേഹത്തിന്റെ കാലുകൾ ഒരു കടുവത്തോലിനു മുകളിൽ വിശ്രമിച്ചിരുന്നു. മുഴുവൻ ഹാളിലും സൂചി വീണാലും കേൾക്കാവുന്നത്ര നിശബ്ദതയായിരുന്നു. ഞങ്ങളുടെ വരവ് അദ്ദേഹത്തെ ഒട്ടും ബാധിച്ചില്ല. അദ്ദേഹം പൂർണ്ണമായി അചഞ്ചലനായിരുന്നു. ദിവാനിന്റെ മറുവശത്ത് ഒരു ശിഷ്യൻ നിലത്തിരുന്നു. ശിഷ്യനൊരു കയറു വലിച്ചു തുടങ്ങി. അതിലൂടെ മേൽക്കൂരയിൽ കെട്ടിയിരുന്ന ഒരു പുങ്ക ഫാൻ ചലിച്ചു തുടങ്ങി. മുളകൊണ്ടുള്ള അതിന്റെ ശബ്ദം മൃദുവായി കേൾക്കാൻ തുടങ്ങി. ഞാൻ മഹർഷിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുമോ എന്ന പ്രതീക്ഷയോടെ. കണ്ണുകൾ ഇരുണ്ട തവിട്ടുനിറം, പൂർണ്ണമായി തുറന്ന നിലയിൽ. എന്നാൽ എന്റെ സാന്നിധ്യം അദ്ദേഹം ശ്രദ്ധിക്കുന്നതിന്റെ ഒരു സൂചന പോലുമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരം ഒരു പ്രതിമ പോലെ അചഞ്ചലമായിരുന്നു. കണ്ണുകൾ ദൂരെയൊക്കെയായി അവസാനമില്ലാത്ത ദൂരത്തിലേക്ക് നോക്കുകയായിരുന്നു. ആ കാഴ്ച എനിക്കൊരു പഴയ അനുഭവം ഓർമ്മിപ്പിച്ചു. മദ്രാസിനടുത്ത് ഒരിക്കൽ ഞാൻ സന്ദർശിച്ചിരുന്ന ഒരിക്കലും സംസാരിക്കാത്ത സന്യാസിയെ. അദ്ദേഹത്തിന്റെ ശരീരവും ഇതുപോലെ പ്രതിമ പോലെ അചഞ്ചലമായിരുന്നു. മഹർഷിയുടെ ഈ നിശ്ചലത അതേ അനുഭവം വീണ്ടും മനസ്സിലുണർത്തി. എനിക്കൊരിക്കലുണ്ടായിരുന്ന ഒരു വിശ്വാസമുണ്ട്, ഒരു മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ കണ്ണുകളിൽ നിന്ന് വായിക്കാമെന്ന്. എന്നാൽ മഹർഷിയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ആശയക്കുഴപ്പത്തിലായി. അവയുടെ അർത്ഥം എനിക്ക് പിടികിട്ടിയില്ല. സമയം വളരെ മന്ദഗതിയിൽ കടന്നുപോയി. ആശ്രമത്തിലെ മതിലിൽ തൂങ്ങിയിരുന്ന ഘടികാരം അരമണിക്കൂർ കടന്നതായി അറിയിച്ചു. പിന്നീട് 1 മണിക്കൂറും കടന്നു. എന്നാൽ ആരും ചലിച്ചില്ല, ആരും സംസാരിച്ചില്ല. ഞാനെന്റെ ശ്രദ്ധ മുഴുവനും ആ നിശബ്ദ രൂപത്തിലേക്ക് കേന്ദ്രീകരിച്ചു. ലോകത്തിൽ മറ്റൊന്നുമില്ലെന്ന പോലെ. ഞാൻ കൊണ്ടുവന്ന പഴങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ചെറിയ മേശയിൽ അതേപടി കിടക്കുന്നു. ആദ്യമെനിക്ക് വിചിത്രമായൊരാശ്ചര്യം തോന്നി. ഒരാൾ നമ്മളെ പൂർണ്ണമായി അവഗണിക്കുന്നതുപോലെ. ഒരു യൂറോപ്യന്റെ മനസ്സിൽ ഉടൻ ഉയരുന്ന ഒരു സംശയം എന്റെ മനസ്സിലും വന്നു. ഇത് ഭക്തന്മാരെ ആകർഷിക്കാൻ ചെയ്യുന്ന ഒരു നാടകമാകാമോ? എന്നാൽ ആ ചിന്ത ഞാൻ ഉടൻ തന്നെ തള്ളിക്കളഞ്ഞു. അദ്ദേഹം ഒരു ആഴമുള്ള ധ്യാനാവസ്ഥയിലായിരിക്കാം. അപ്പോൾ മറ്റൊരു ചോദ്യമുണ്ടായി. ഇത് ആത്മീയ ധ്യാനമാണോ, അല്ലെങ്കിൽ ശൂന്യമായ ഒരു മനസ്ഥിതിയോ? അതിനുത്തരം എനിക്ക് കണ്ടെത്താനായില്ല. എങ്കിലും അദ്ദേഹത്തിൽ എന്തോ ഒരു ശക്തിയുണ്ടായിരുന്നു. ഒരു കാന്തം ഇരുമ്പ് തൂവലുകളെ ആകർഷിക്കുന്നതുപോലെ എന്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് പിടിച്ചു നിർത്തി. 2ാമത്തെ മണിക്കൂറിന്റെ അവസാനം ഞാനൊരു മാറ്റം അനുഭവിച്ചു. ട്രെയിനിലിരുന്ന് വളരെ ശ്രദ്ധയോടെ തയ്യാറാക്കിയിരുന്ന എന്റെ എല്ലാ ചോദ്യങ്ങളും ഒന്നൊന്നായി മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമായി. അവ ചോദിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നതുപോലും ഇനി പ്രധാനമല്ലെന്ന് തോന്നി. എന്റെ ഉള്ളിൽ ഒരു നിശബ്ദമായ സമാധാനം പതുക്കെ നിറയാൻ തുടങ്ങി. വർഷങ്ങളായി ചിന്തകളാൽ അലഞ്ഞിരുന്ന മനസ്സിന് ഒരുവിധ വിശ്രമം ലഭിക്കുന്നതുപോലെ. അപ്പോൾ ഒരു പുതിയ ചിന്ത മനസ്സിലുയർന്നു.
ഒരു പൂവിൽ നിന്ന് സുഗന്ധം പരക്കുന്ന പോലെ ഈ മഹർഷിയിൽ നിന്ന് ആത്മീയ സമാധാനം പരക്കുകയാണോ? ആത്മീയതയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഞാൻ യോഗ്യനല്ലെന്നെനിക്കറിയാം. എങ്കിലും ഒരു കാര്യം ഞാൻ അനുഭവിച്ചു. എന്റെ ഉള്ളിൽ ഉദിച്ച ആ ശാന്തത ഈ മനുഷ്യനുമായി എന്തെങ്കിലും ബന്ധമുള്ളതുപോലെ തോന്നി. അത് ഒരദൃശ്യമായ ശക്തി പോലെ. അപ്പോൾ ആരോ എന്റെ അടുത്തേക്ക് വന്ന് പതുക്കെ ചോദിച്ചു, നിങ്ങൾ മഹർഷിയോട് ചോദിക്കാൻ വന്നതല്ലേ? എന്റെ കൂടെ മദ്രാസിൽ നിന്നും വന്ന യോഗിയായിരുന്നു അത്. അവൻ കരുതിയിരിക്കാം ഒരു യൂറോപ്യനായതിനാൽ എനിക്കിനി ക്ഷമ നഷ്ടമായിരിക്കുമെന്ന്. എന്നാൽ ഇപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കാനുള്ള മനോഭാവത്തിലല്ലായിരുന്നു. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഞാനിവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ വന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് സമാധാനം ലഭിച്ചിരിക്കുമ്പോൾ വീണ്ടും ചോദ്യങ്ങളിലേക്ക് മടങ്ങേണ്ടതുണ്ടോ? അപ്പോൾ ഹാളിലെ നിശബ്ദത പതുക്കെ മാറി. ആളുകൾ എഴുന്നേറ്റ് ചലിക്കാൻ തുടങ്ങി. ആ സമയത്താണ് അത്ഭുതകരമായൊരു സംഭവം നടന്നത്. മഹർഷിയുടെ കണ്ണുകൾ അല്പം ചലിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ തല വളരെ പതുക്കെ തിരിഞ്ഞു. അവസാനം ആദ്യമായി അദ്ദേഹത്തിന്റെ ദൃഷ്ടി നേരിട്ടെന്നിലേക്കെത്തി. അദ്ദേഹം തന്റെ ദീർഘമായ ധ്യാനാവസ്ഥയിൽ നിന്ന് പുറത്തുവന്നതായി തോന്നി. ആ കണ്ണുകളിൽ ഒരു ചോദ്യം ഞാൻ വായിച്ചു. പറയാത്ത ഒരു ചോദ്യം. നീ ഇപ്പോൾ അനുഭവിച്ച ആ സമാധാനം കണ്ടിട്ടും ഇപ്പോഴും സംശയങ്ങൾ തുടരുന്നുണ്ടോ? ആ സമാധാനം എന്നെ പൂർണ്ണമായി കീഴടക്കി. ഞാൻ എന്റെ വഴികാട്ടിയോട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ചോദിക്കാനൊന്നുമില്ല, മറ്റൊരു സമയത്ത് ചോദിക്കാം.